നമസ്കാരം. ഫുഡ് ആൻഡ് മൂവിയുടെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു ഒന്നൊന്നര വീഡിയോ ആണ്. കാരണം ഫുഡ് ആൻഡ് മൂവിക്ക് വേണ്ടി ഇത്തവണ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസി സ്കൂളിലെ സീനിയർ ഷെഫായ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരൻ രാജേഷ് കാരോട്ടിലാണ്. നമസ്കാരം. ഉത്തരേന്ത്യൻ നഗരങ്ങളിലും യൂറോപ്പിലുമായി ഏകദേശം 22 വർഷം ഷെഫായി ജോലി ചെയ്ത് പരിചയമുള്ള രാജേഷ് കോണ്ടിനെന്റൽ, ഇറ്റാലിയൻ, മുഗളായി, നോർത്ത് ഇന്ത്യൻ ഫുഡുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. നാച്ചുറലും ഓർഗാനിക്കുമായ വിഭവങ്ങൾ ചേർത്ത് ഒരുക്കുന്ന രാജേഷിന്റെ ആദ്യ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. ഇനി എല്ലാ ബുധനാഴ്ചകളിലും രാജേഷിന്റെ വീഡിയോ നിങ്ങൾക്കായി ഫുഡ് ആൻഡ് മൂവി അവതരിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ഒരു നാച്ചുറലി സ്പെഷ്യൽ ബാർബിക്യൂ ചിക്കൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഡിഷുകൾ നമ്മൾ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇറ്റാലിയൻ ഫേമസ് ഡിഷായ പെന്നെ അറബിയാറ്റ പാസ്ത. ഇത് വളരെ ഫേമസ് ആണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആൻഡ് ഹൈജീൻ ആൻഡ് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഈ 4 ഫുഡാണ്. ഒന്ന് ബർമീസ് നൂഡിൽസ് ആണ്. അത് ബർമയുടെ അതുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിലെ മുഗളൈ വംശത്തിൽ പെട്ട ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സീഖ് കബാബ് മസാല. ഈ 4 ഡിഷസ് ആണ് നമ്മളിവിടെ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ ബാർബിക്യൂ ചിക്കൻ. ഇത് വേൾഡ് വൈഡ് ഫേമസ് ആണ്. അമേരിക്കയിൽ അമേരിക്കൻ ബാർബിക്യൂ ചിക്കൻ ഉണ്ട്. അതുപോലെ ജർമ്മനി, ഇറ്റലി മുതലായ സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാർബിക്യൂ ചിക്കൻ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്ന, സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന, വളരെ ഹെൽത്തി ആയിട്ട് എണ്ണയുടെ അംശം വളരെ കുറച്ച് വളരെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യം ഇതാണ്. ഇത് ഈ സാധനമാണ് നമ്മൾ ബാർബിക്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ബാർബിക്യൂല് ഇതൊന്ന് കത്തിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കുറച്ച് മരക്കഷ്ണങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വിറക് പോയിട്ട് ഇത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കൊയിലാന്ന് പറയും, ഇപ്പം ഇവിടെ കരി എന്ന് പറയും. അപ്പൊ അതിന്റെ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പം ഇതിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ജ്യോതിയുണ്ട്, എന്റെ ചേട്ടനുണ്ട്, കുട്ടികളുണ്ട്. സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ അവര് സഹായിക്കുന്നുണ്ട്. ഈ കനല് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഈ കൊയില നമ്മൾ ഇതിനകത്ത് ഓരോന്നോരോന്ന് പെറുക്കി വെക്കുകയാണ്. ഈ കനലിത് ഉണ്ടാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും തയ്യാറാക്കാം. ഒരു കോഴി 12 പീസായി കട്ട് ചെയ്തുകൊണ്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിലായിരിക്കും നമ്മുടെ ചിക്കന്റെ പീസുകളൊക്കെ. നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചിട്ട് ഗരം മസാലയാണ്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കാൻ വേണ്ടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകാണ്. ഇതിലേക്കായി നമ്മൾ നാരങ്ങയുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങി ഇനി നാച്ചുറലായിട്ട് നമ്മൾ ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒറിജിനലായിട്ട് കാന്താരി മുളക് നമ്മൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ നമ്മൾ പല രാജ്യങ്ങളും അവരുടേതായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊന്നും പോലും ഒരു ജങ്ക്സ് ഐറ്റംസ് അതേപോലെ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാന്താരി എടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഒറിജിനൽ നാടൻ പച്ചമുളക് ഇതുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് പറിച്ചെടുക്കുന്നു. കുരുമുളക്, പച്ചക്കുരുമുളക് അവിടെ ഉണ്ട്. അല്ല, അപ്പം ഒരു പച്ചക്കുരുമുളക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കുരുമുളക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഏകദേശം ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അരയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. എല്ലാം ഊരിയിട്ട് നമ്മൾ നാച്ചുറലി എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ അരച്ചെടുക്കണം. ഈ അരപ്പാണ് നമ്മൾ ചിക്കനിൽ പുരട്ടുന്നത്. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്ത് ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ചേർക്കുകയാണ്. കുറച്ച് ഗരം മസാല ഉണ്ട്, ഇറച്ചി മസാല നമ്മൾ തന്നെ പൊടിച്ച മസാലയാണ്. അപ്പം ഇത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൊണ്ടുപോവാണ്. ജ്യോതി, ഈ ചിക്കൻ അങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്യണം. അങ്ങനെ ഇടയ്ക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചിക്കൻ ഒന്ന് സ്ലിറ്റ് ചെയ്യാം. നമ്മൾ പറയുകയാണ്. എല്ലാ ചിക്കനും നമ്മൾ അങ്ങനെ പീസ് അപ്പം നമ്മൾ അരച്ച് ആ ഇൻഗ്രീഡിയൻസ് അരച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല അമ്മിയിലിട്ട് അരച്ച് കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാണ്.
അപ്പൊ ഈ സാധനം നമ്മൾ ഇതിനകത്തേക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്യാണ്. വളരെ നാച്ചുറലി ആയിട്ടാണ് എല്ലാ സാധനങ്ങളും, എഡഡ് ആയിട്ടൊന്നും ചേർത്തില്ല നമ്മൾ. ഇത് ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ. ഇപ്പൊ ഇത് കണ്ടോ, നമ്മൾ വളരെ നല്ല രീതിയിൽ ഇത് പിടിച്ചു കഴിഞ്ഞു ചിക്കനിൽ. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു തുള്ളി എണ്ണ പോലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ചിക്കൻ എന്നുള്ളത് തന്നെ. വൈറ്റ് മീറ്റ് ആണ്. അപ്പൊ ഇത് റെഡിയായി നമ്മൾ. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഈ ബാർബിക്യൂലേക്ക് ഇത് വെക്കുന്നതിന് ഉള്ള ഗ്രില്ലാണിത്. അതായത് നമ്മൾ ഗ്രില്ലിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ. കുറച്ച് വലിയ പീസുകൾ നടുക്കിലേക്ക് വെക്കും നമ്മൾ, കാരണം അവിടെ ആയിരിക്കും കൂടുതൽ നമ്മളെ ഇത് വരുന്നത്, നമ്മൾ കൂടുതലായിട്ട് ഫയർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ പീസൊക്കെ കുറച്ച് സെന്ററിലേക്ക് മാറ്റിയിട്ട് ബാക്കി പീസ് നമ്മൾ ഇതിനകത്ത് വെക്കുകയാണ്. ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വെച്ചു. ഇത് കനലാണ്, കനലിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഒറിജിനൽ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് തിരിച്ചിടാൻ പോവാണല്ലോ. ശക്കല ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അഥവാ പച്ച കുരുമുളക് എല്ലായിടത്തും ലഭ്യമാണ്. അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന സാധനങ്ങളാണ്. ഈ ബാർബിക്ക് വളരെ ചീപ്പ് റേറ്റ് ആയിട്ട് കിട്ടുന്ന സാധനം. വളരെ ചീപ്പാണ് ഇത്. അധികം വിലയൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. അതിന്റെ കൂടെ സർവ് ചെയ്യുന്നൊരു പുതിന ചട്നി, മിന്റ് പുതിന ചട്നിയാണ് നമ്മൾ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് പാലക് ചീര എന്ന് പറയും. ഇതിനകത്ത് പച്ചമുളകുണ്ട്, പിന്നെ പുതിനയില, നമ്മൾ സാഫ് ചെയ്ത പുതിനയില, ഇത് മല്ലിയില ആണ്, ചെറിയ ഉള്ളി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇതിനകത്ത്. ഇത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഈ തൈരുണ്ട്, ഇവിടെ തൈര് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നിക്ക് നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇത് നമ്മളിങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് വളരെ എണ്ണയും ഒന്നുമില്ലാതെ തന്നെ ഉണ്ടാക്കി വളരെ നല്ല ഡെക്കറേഷനോട് കൂടിയിട്ട്, ഗാർണിഷോട് കൂടിയിട്ട് ആണ്. ഉള്ളി സലാഡോട് കൂടിയാണ് പുതിന ചട്നി. ഈ രണ്ട് സാധനങ്ങളോട് വെച്ചിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇത് നമ്മൾ അധികം സമയം എടുക്കാറില്ല. ഒരു 20 മിനിറ്റിന്റെ പ്രോസസ്സാണ്. എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇത് കുക്ക് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷുമായിട്ട് നമ്മൾ അടുത്ത തവണ വരുന്നതാണ്. രാജേഷ് തയ്യാറാക്കിയ ഈ ബാർബിക്യൂ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ബുധനാഴ്ച സീഖ് കബാബ് മസാല എന്ന മുഗളൈ വിഭവവുമായി രാജേഷ് എത്തുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫുഡ് ആൻഡ് മൂവി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.